മിനിറ്റുകൾ പിന്നിടുകയാണ് പാകിസ്ഥാന്റെ ആ കൂട്ടമായ ആക്രമണം. അതിനെ തകർത്തെറിഞ്ഞിരിക്കുന്നു ഇന്ത്യ. മറ്റെന്തെങ്കിലും രീതിയിൽ സൈന്യത്തിന്റെ ഔദ്യോഗിക പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? വേറെ എവിടെയെങ്കിലും പാകിസ്ഥാൻ വീണ്ടും ഈ ശ്രമം നടത്തുന്നുണ്ടോ? കരുതിയിരിക്കണമല്ലോ ഈ രാത്രി. തീർച്ചയായിട്ടും മറ്റ് ഔദ്യോഗിക വിശദീകരണങ്ങൾ സൈന്യത്തിന്റെയോ സേനയുടെയോ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിട്ടില്ല. നമ്മൾ ജമ്മുവിൽ ഇനി കാത്തിരിക്കേണ്ടത് ഈ ഓൾ ക്ലിയർ സൈറന് വേണ്ടിയാണ് എന്നുള്ളത് ഇപ്പോൾ എന്തായാലും പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്ര ഗംഭീരമായിട്ടാണ് നമ്മുടെ സേന നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, പ്രത്യേകിച്ചും S-400 അത് റഷ്യയിൽ നിന്നും വാങ്ങിയ മിസൈലുകളാണ്. പക്ഷേ ഇന്ത്യ സുദർശൻ ചക്ര എന്നുള്ള പേരിട്ട് വിളിക്കുന്നു. ആ S-400ന്റെ സഹായത്തോടു കൂടി തകർത്തെറിഞ്ഞിരിക്കുകയാണ്. അത് ഡ്രോണുകളെ മാത്രമല്ല, അതായത് 50-ലധികം ഡ്രോണുകളെ മാത്രമല്ല, 8 മിസൈലുകളെ കൂടി ജമ്മു എയർപോർട്ടിലേക്കും അതുപോലെ വിവിധ സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടെത്തിയ മിസൈലുകളാണ്. 8 മിസൈലുകളാണ് ഇപ്പോൾ തകർത്തെറിഞ്ഞിരിക്കുന്നത്. അതിന് പുറമെ മറ്റുള്ള മേഖലകളിൽ ജയ്സാൽമേറിലും ഒപ്പം ഉദ്ധംപൂരിലും അഖ്നൂരിലും പത്താൻകോട്ടിലും ഉണ്ടായിട്ടുള്ള സമാനമായിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങൾ ഇന്ത്യ തകർത്തെറിഞ്ഞിരിക്കുന്നു. അതായത് ഒരു ഡ്രോൺ പോലും ലക്ഷ്യസ്ഥാനത്ത് പതിക്കാതെ ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യ ഗ്രൗണ്ട് ടു സർഫസ് ടു എയർ മിസൈലുകൾ S-400 ആയിട്ടുള്ള സർഫസ് ടു എയർ മിസൈലുകൾ ഉപയോഗിച്ച് തകർത്തെറിഞ്ഞിരിക്കുന്നു. നിലവിലുള്ളത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും പാകിസ്ഥാന്റെ കരസേനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന വെടിവെപ്പാണ്, ആർട്ടിലറി ഫയറിംഗ് പ്രകോപനമാണ്. അതിന് നമ്മുടെ കരസേന കൃത്യമായിട്ടുള്ള ചെറുത്തുനിൽപ്പ്. ശരി, പൂഞ്ചിലേക്ക് ജമ്മുവിലെ വിവരങ്ങൾ കൃത്യമായി അറിയാം. വീണ്ടും ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലഗോപാൽ നിൽക്കുന്ന ഇടം പോലും ആ ഒരു അപകട ഭീഷണിയിലുള്ളതാണെന്ന് അറിയാം. അവിടെയും ബ്ലാക്ക് ഔട്ടാണ്. എന്താണ് അവിടെ ലഭിക്കുന്ന വിവരങ്ങൾ? ഏതെങ്കിലും തരത്തിൽ ശബ്ദ സംവിധാനങ്ങൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? സ്ഥിതിഗതികൾ പഴയ നിലയിലേക്ക് വരുന്നു എന്ന സൂചന ലഭിക്കുന്നുണ്ടോ? ദിവിഷ്, നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അതായത് ഇവിടെ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടാണ് ഉള്ളത്. ഈ യാതൊരു തരത്തിലുള്ള നമ്മളെ ഈ ലൈറ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ ക്യാമറയുടെ ഫ്ലാഷ് ഉൾപ്പെടെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടാണ് മൊത്തം ഇരുണ്ട് കിടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ഈ ഹോട്ടലിൻ്റെ മുന്നിലൂടെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് സൈനിക വാഹനങ്ങൾ മാത്രമാണ് പോകുന്നത്. ഒരു കാരണവശാലും ഈ ഹോട്ടലിൻ്റെ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് ഹോട്ടൽ ജീവനക്കാർക്ക് അല്ലെങ്കിൽ ഈ ഹോട്ടലിലൊക്കെ താമസിക്കുന്നവർക്ക് അവർ പുറത്തിറങ്ങരുത്, അവരുടെ ഈ ആൾക്കാരെ പുറത്തേക്ക് ഇറക്കരുത് എന്ന് നിർദ്ദേശം ഈ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കഴിയില്ല. ഈ ബാലഗോപാൽ, അവിടുത്തെ എല്ലാവരും ഹോട്ടലുകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും അതാതിടങ്ങളിൽ തുടരുകയാണോ? റോഡുകളിൽ പൂർണ്ണമായും ഗതാഗതമൊക്കെ നിരോധിക്കപ്പെട്ടിട്ടില്ലേ? ഈ റോഡിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി ഞാൻ ജഗദീഷിനോട് പറയാം. ഈ റോഡിലെ ദൃശ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആകെ പുറത്തേക്ക് വരുന്നത് ഈ സൈനിക വാഹനങ്ങൾ അല്ലെങ്കിൽ ഈ സൈന്യത്തിന് സാധനങ്ങളും മറ്റും കൊണ്ടുപോകുന്ന വാഹനങ്ങൾ എന്നിവ മാത്രമാണ് പുറത്തേക്ക് ഉള്ളത്. വല്ലപ്പോഴും മാത്രം, അതായത് ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ഈ കാറുകളും മറ്റും പോകുന്നത്. പക്ഷേ ഒരു കാരണവശാലും ഇവിടുത്തെ ഒരു വീടുകളിൽ പോലും അവിടെ എപ്പോഴാണ് സൈറൺ മുഴങ്ങിയത്? 3 തവണ മുഴങ്ങി ആളുകൾ ആ ജാഗ്രതയിലേക്ക് പോകുന്ന സ്ഥിതിയായിരുന്നു. കൃത്യം ഏത് സമയത്തായിരുന്നു സൈറൺ കേട്ടത്? ഏതാണ്ട് ഒരു 15 മിനിറ്റുകൾക്ക് മുമ്പായിരുന്നു ഈ സൈറൺ കേട്ടിരുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ വേണ്ടി, അതായത് അതിർത്തിയിൽ വലിയ തോതിലുള്ള വെടിവെപ്പ് ഇപ്പോൾ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ ശബ്ദവും നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. കാരണം നേരത്തെ ആ വെടിവെപ്പിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുമായിരുന്നു. നമ്മൾ ഏതാണ്ട് നിയന്ത്രണ രേഖയ്ക്ക് വളരെ സമീപത്ത്, അതായത് 4-5 കിലോമീറ്റർ ഇപ്പുറത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഈ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അതിനുശേഷം, അതായത് ഈ വെടിവെപ്പുകൾക്ക് ശേഷമാണ് വെടിവെപ്പ് ശബ്ദം കേട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ സൈറൻ മറ്റും കേട്ടത്. ജമ്മുവിലെ എല്ലാ മേഖലകളിലും നിലവിൽ ഈ ബാലഗോപാലാണ് ഗ്രൗണ്ട് സീറോ റിപ്പോർട്ട് നൽകുന്നത്.